Rajya Sabha decision. That resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I cannot. I will not yield. I will not yield. Thank you. No. Please. No. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കാണി. ഏകദേശം ഒരാഴ്ചക്ക് മുമ്പല്ലേ എമ്പുരാനേറെ സിനിമ ഇറങ്ങിയപ്പോ ഓലെ മാന്തി പിച്ചി നുള്ളി തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് 20ഓളം കട്ടുകളോല ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് സത്യങ്ങളായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഒലിമാതിരി ഈ തെമ്മാടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വഖഫ് കാരണം എന്താ? വഖഫ് പറഞ്ഞാൽ ഇപ്പൊ ആരെയും പോയിട്ട് നുള്ള പിച്ച മാന്ത് അതൊന്നല്ലല്ലോ. വഖഫ് പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം മതപരമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് വല്ല ഭൂമിയോ ലാൻഡോ മാറ്റിവെക്കുന്നതിനാണ് വഖഫ് എന്ന് പറയാ. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനും വിലം കടിക്കാൻ അതിനും കട്ടടിക്കാൻ കുറേ പേര് അത് ഈ മണ്ണ് വഖഫായി വെച്ചുകൊണ്ട് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുറേ സമ്പാദിക്കാനൊന്നല്ലല്ലോ, ദൈവത്തിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് പള്ളി ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ മരണപ്പെട്ടാൽ മരിച്ചവരെ മറമൂടാനോ ഇതിനെല്ലാമാണ് ഈ വഖഫിൻ്റെ ഭൂമി മാറ്റിവെക്കപ്പെടുന്നത്. ഇത് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയെന്നല്ലോ. 1950-60 കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ മുസ്ലിം രാജാക്കന്മാർ തന്നെ പല ഭൂമികളും വഖഫ് ചെയ്തിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യാനും ഒരുപാട് പേര്. വഖഫ് ചെയ്ത ഭൂമിയാണെങ്കിൽ അത് കൊടുത്ത ആളും അത് ഏറ്റെടുക്കുന്ന ആളും, അതായത് മുത്തവല്ലി എന്ന് പറയും, അത് സംരക്ഷിക്കുന്ന വ്യക്തിയും ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ആ ഭൂമിയെയോ ആ സ്വത്തിനെയോ സംരക്ഷിക്കൽ ആ ഒരു ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ മേൽ അനിവാര്യമാണ്. അല്ലാതെ മറ്റു തമ്മാടിത്തരങ്ങൾക്കോ മറ്റു മോശപ്പെട്ട കാര്യങ്ങൾക്കോ ആ മണ്ണിനെയോ ആ സ്വത്തിനെയോ ഉപയോഗിക്കുകയില്ല. ദെൻ വഖഫ് എന്നുള്ളത് ഒരു സാമ്പത്തിക ലാഭമല്ല, ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ് വഖഫ് എന്നുള്ള ഈ സംവിധാനം. ഇൻഷാ അല്ലാഹ്.